ഞാൻ ബേസിലേറ്റിനോട് എടുക്കും വരും, നിങ്ങളെ കഥ ഞാൻ പറയും. ബേസിലേട്ടൻ പുറത്തിരുന്ന് അപ്പുറത്തെ വീട്ടിലെ കോഴിയുടെ കല്ലെറിഞ്ഞിട്ട് ഇത് ഇൻഫ്ലുവൻസ്ഡും ആണെന്നുള്ളതാ. ഹണി റോസ് കഴിഞ്ഞാൽ ഒരു 5 പേര് ഇപ്പം അജ്നയ്ക്ക് പറയാൻ പറ്റും. When it is not right, just because it's a woman, we don't have to say that it's right. സ്ത്രീ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. There are a lot of women who do nude photoshoot for a reason. അത്രയും തന്നെ മോശമാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ സെൽഫ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്. ഈ ദൂരദർശനിൽ ഒരു ദിവസം അരമണിക്കൂർ മാത്രം വാർത്തയായാൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിനുള്ളൂ. ന്യൂസ് ചാനൽസ് ആർ ബേസിക്കലി ക്രിയേറ്റിംഗ് ന്യൂസ്. ഞാൻ ഹണി റോസിന്റെ കാര്യത്തിൽ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഇടുന്നതിന്റെ ഈ ഒരു ഇഷ്യൂ വരുന്നതിന്റെ ഒരു 1 year മുമ്പ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഉപ്പയമ്മയൊക്കെ പറയും ഇച്ചിരി വിപ്ലവം, ഇച്ചിരി സ്വാതന്ത്ര്യബോധമൊക്കെ കൂടുതലുള്ള ആളാണ് ഞാൻ. വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അജ്ന താജ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫറ ഷിബ്ല. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേച്ചി, നമ്മുടെ കേരള ക്രൈം ഫയൽസ് റിലീസായിരിക്കുകയാണ്. വളരെ നല്ല സ്വീകാര്യതയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, 2nd സീസൺ. അപ്പോൾ അതിലൊരു നല്ലൊരു വേഷം ചെയ്തിട്ട് നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ? സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. കേരള ക്രൈം ഫയൽസ് സീസൺ 1 മലയാളത്തിലെ തന്നെ ഫസ്റ്റ് വെബ് സീരീസ് ആയിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അതും ഭയങ്കര ഇഷ്ടപ്പെട്ട് അഹമ്മദിനെയും എല്ലാവരും അന്ന് തന്നെ വിളിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതിനൊരു പ്രോപ്പർ ഒരു വെബ് സീരീസിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു കറക്റ്റ് ഹുക്ക് ഉണ്ടായിരുന്നു, നമുക്കൊരു സസ്പെൻസ് ഉണ്ടായിരുന്നു, ത്രില്ലറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര വർക്ക് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഇത്തവണ അമ്മിണിപ്പിള്ളയുടെ DOP ആണ് ബാഹുൽ. ആക്ച്വലി ബാഹുൽ, അപ്പം ബാഹു ആണ് എഴുതുന്നതെന്നും കൂടെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ പിന്നെ പോലീസ് ഒക്കെ ആയതുകൊണ്ടും ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ ലാസ്റ്റ് ടൈമിലെ പോലെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാഹുല് ആണ് വിളിച്ചെന്നോട് കഥ പറയുന്നത്. അപ്പം ബാഹു ഒരു ഫുൾ സ്റ്റോറി പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു പലർക്കും ഇതിൻ്റെ ഒരു ഫുൾ സ്റ്റോറി അറിയാതെയാണ് അശോകൻ ചേട്ടനൊക്കെ അടക്കമുള്ള ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനൊരു സസ്പെൻസ് ഉണ്ട്, ഇത് കാണുമ്പോൾ നമുക്കാണെങ്കിലും ആ ഒരു സസ്പെൻസ് കിട്ടിക്കോട്ടെ എന്നൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഫുൾ സ്റ്റോറി ഇല്ല. പിന്നെ ഞാൻ ഇതിൽ ചെയ്യുന്ന കഥാപാത്രത്തിന് അറിയേണ്ട കാര്യങ്ങൾ കുറച്ച് കഥയായിട്ട് നല്ല റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ഞാനായിരിക്കും കുറച്ച് കൂടുതൽ ഇതിന്റെ കഥ അറിഞ്ഞിട്ടുണ്ടാവുക ആ സമയത്ത്. പക്ഷെ എനിക്കൊരു ഹോൾ സ്റ്റോറി അറിയില്ല. ഞാൻ ഈ പറയുന്ന അങ്ങനെ ഇത് എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും സീരീസ് കാണുമ്പോഴാണ്. അപ്പോൾ എന്നിട്ടും ഈ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ഓക്കെ, ഞാൻ ചെയ്യാം അങ്ങനെ. എനിക്ക് ബാഹുവിനെ സംബന്ധിച്ച് ബാഹുവിന്റെ ഗ്രോത്ത് എനിക്ക് ഭയങ്കര രസമാണ് കാണാൻ. ഞാൻ DOP ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അതിൽ തന്നെ ഭയങ്കര നല്ല എന്താ പറയാ, വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരാളായിരുന്നു അമ്മിണിപ്പിള്ളയുടെ സമയത്തെ. പിന്നെ രഞ്ജിത്ത് സാറാണ് പറഞ്ഞത് ഇങ്ങനെ എഴുതും, നല്ല രസമാണ് അവന്റെ സ്ക്രിപ്റ്റ്സ് ഒക്കെ എന്നൊക്കെ പറയുന്നതും. ഞാൻ മുന്നേ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്, അത് പക്ഷേ സിനിമ ആയിട്ടില്ല. അത് കഴിഞ്ഞ് വേറെ കുറെ തോട്ട്സ് ഇങ്ങനെ രഞ്ജിത്ത് സാർ പറയും, ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട് ബാഹുൻ, അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ കിഷ്കിന്ധാകാന്ഡം വരുന്നു, ഒരു വലിയ സ്വീകാര്യത കിട്ടുന്നു രഞ്ജിത്ത് സാറിനാണെങ്കിലും ബാഹുവിനാണെങ്കിലും. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്യാം, അവൻ നരേറ്റ് ചെയ്യുന്നതും അവൻ നമുക്ക് ബ്രീഫ് ചെയ്ത് തരുന്നതൊക്കെ ഭയങ്കര രസമാണ്. അഹമ്മദിന്റെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഒരു ഫിക്സ്ഡ് ടീമാണ്, അതായത് അഹമ്മദും അഹമ്മദിന്റെ കൂടെയുള്ള ആൾക്കാരും എല്ലാ സിനിമയിലും അവർ ഒരുമിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ സൗഹൃദവും അവരുടെ വർക്ക് ചെയ്യുന്ന പാറ്റേണൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്. സ്വീകാര്യത ഒരു പരിധിവരെ എക്സ്പെക്റ്റും ചെയ്തിരുന്നു ഞാൻ. ഏതാണ്ട് ഒരു നമുക്ക് മനസ്സിലാവുമല്ലോ ചില. അപ്പം ഞാൻ ഇത് വർക്ക് ആവും എന്തായാലും, ആദ്യത്തേനെക്കാട്ടിലും ഒരു പടിയും കൂടെ മുന്നിലല്ലാണ്ട് എന്തായാലും പിന്നിലേക്ക് പോയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ക്യാരക്ടർ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒരുപാട് ലെയേഴ്സ് ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്ന ആ മൂവി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന പോലത്തെ ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ സെലക്ഷൻസിൽ ഒരു എന്തെങ്കിലും ബാരിയർ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണത്? അങ്ങനെയില്ല. സത്യം പറയുകയാണെങ്കിൽ ആക്ടേഴ്സിനെ സംബന്ധിച്ചിട്ട് വി ആർ ബേസിക്കലി ബെഗേഴ്സ് കാൻ ബി ചൂസേഴ്സ് എന്ന് പറയുമല്ലോ. പക്ഷേ എന്തെങ്കിലും ഒരു ഞാനിങ്ങനെ ഒന്നുകിൽ ടീം, ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ടീം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇവർ മുന്നേ ചെയ്തിരിക്കുന്ന വർക്ക്സ് ഭയങ്കര രസമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ആ കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ഒരു പോർഷൻ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ, അതായത് ആ കഥാപാത്രം ആസ് എൻ എക്സൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ കഥയിൽ ആ കഥാപാത്രത്തിന് എന്താ ചെയ്യാനുള്ളത്. ടീം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഭയങ്കര നല്ല കഥയായിരിക്കും കഥ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുക.
പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ ക്രിയേറ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ കഥ മാത്രം കേട്ട് അങ്ങനെ കഥ കേൾക്കുമായിരുന്നു. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് കഥ കേട്ട് കഴിഞ്ഞു ഈ ടീം ഭയങ്കര നന്നായി ചെയ്യും. അത് എനിക്ക് തോന്നി അതാ നോക്കണ്ടേ കുറച്ചും കൂടെ എന്ന്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ ടീം ഭയങ്കര നല്ലതാണ്. അവരുടെ അടുത്ത് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിനെ സംബന്ധിച്ച് ലെസ് ടെൻഷൻ അടിച്ചാൽ മതി നമ്മൾ. ഇപ്പം ചേച്ചിയുടെ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ ബോഡി പോസിറ്റിവിറ്റിയെ പറ്റി സംസാരിക്കുന്നതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് ബുള്ളിങ് അനുഭവിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത് അങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എവിടെ നിന്നായിരുന്നു? പണ്ട് തൊട്ടേ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഉപ്പയമ്മയൊക്കെ പറയും ഇച്ചിരി വിപ്ലവവും ഇച്ചിരി സ്വാതന്ത്ര്യബോധമൊക്കെ കൂടുതലുള്ള ആളാണ് ഞാൻ. അതായത് ഞാൻ പൊതുവെ എൻ്റെ ലൈഫിൽ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒന്നും വേറെ ആരും എടുക്കാൻ അങ്ങനെ സമ്മതിക്കാറില്ല. അത് ആ സമയത്തൊക്കെ എനിക്ക് മറ്റേ ഭയങ്കര റെബൽ പരിപാടിയായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചും കൂടെ കാമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയല്ല, എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്, അങ്ങനെ പറയാനൊക്കെ ഞാൻ പഠിച്ചു. പണ്ട് അങ്ങനെയായിരുന്നില്ല, വല്ലതും വഴക്ക് കൂടി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി പോസിറ്റിവിറ്റി, ഞാൻ ബോഡി ഷെയ്മിങ് എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ ജനറേഷനിലെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്യുന്ന സമയത്ത് പണ്ടൊന്നും എനിക്ക് അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ പൊതുവെ നമ്മളിങ്ങനെ ചിരിക്കും, അവർ പറയുമ്പോൾ അതിനെ തമാശയാക്കി നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കും. പക്ഷേ നമ്മളത് ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മളൊരു ദിവസം മുഴുവൻ ചിലപ്പോൾ അത് ആലോചിച്ചിരുന്ന് കരയും. ഇതൊക്കെ സംഭവിച്ചിട്ട് അവരൊരു ജസ്റ്റ് ഒരു കമന്റ് പാസ് ചെയ്ത് അവർ പോകും. പിന്നെ ഒരു ദിവസം മുഴുവൻ നമ്മളിത് ആലോചിക്കും, നമ്മളിത് വിഷമിക്കും. ഇങ്ങനെ ഇല്ലാത്തവരും ഉണ്ടാവാട്ടോ. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ആർക്കും നമ്മളെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. നമ്മളെ കുറ്റം പറയുന്നത് കേൾക്കാൻ ആർക്കാണ് ഇഷ്ടം? അതായത് ഇത് ഇങ്ങനെയാ അങ്ങനെയാ. എസ്പെഷ്യലി നമ്മളെ ശരീരത്തെക്കുറിച്ച് പലതും നമ്മുടെ കൺട്രോളിൽ പോലും അല്ല. നമ്മളിപ്പം ഭയങ്കര വണ്ണം വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് ചിലപ്പം അവരുടെ ലൈഫിൽ അവർ കടന്നുപോയ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ വോൺസ് ഉണ്ടാവും, ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാവും. നമ്മളിതൊന്നും അറിയുന്നില്ല. അവരെന്ത് കൂടെ കടന്നു പോകുന്നത്, ആ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതം എന്താണെന്നൊന്നും അറിയാതെ നമ്മൾ ചുമ്മാ ഒരു കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ അങ്ങ് പോവാണ്. അപ്പോൾ പണ്ട് എനിക്ക് എങ്ങനെയാ, ഞാൻ ഇതേപോലെ ആയിരുന്നു. പറഞ്ഞ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ചിരിക്കും, പിന്നെ പോയിരുന്നു ഞാൻ കരയും, ഇങ്ങനത്തെ പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, പിന്നെ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പാവാൻ തുടങ്ങും. ശരിയാട്ടോ, നമ്മള് ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ നമ്മളെ മിററിൽ കാണുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാതെ ആവാൻ തുടങ്ങും. നമ്മുടെ കുറ്റങ്ങളാണ് നമ്മൾ കാണാം. അയ്യോ എൻ്റെ മൂക്ക് ഇങ്ങനെയാണല്ലോ, എൻ്റെ കണ്ണിങ്ങനെയാണല്ലോ, അല്ലെ എൻ്റെ നിറം ഇങ്ങനെയാണല്ലോ. അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇറ്റ്സ് മോർ ലൈക്ക് വി ആർ ഗിവിങ് അപ്പോൺ ആർ സെൽഫ്. അപ്പം അത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടീനേജ് സമയത്തൊന്നും എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഐ മീൻ ലൈക്ക് വട്ട് എവർ യു ആർ ഇറ്റ്സ് ഫൈൻ. ആൻഡ് അപ്പിയറൻസും ഹെൽത്തും ഭയങ്കര കൺഫ്യൂസ്ഡ് ആൾക്കാർ വിചാരിക്കുന്ന അപ്പിയറൻസും ഹെൽത്തും തമ്മിൽ എന്തോ കണക്ഷൻ. ഇറ്റ് ആക്ച്വലി ഡസന്റ് ഹാവ്. ലൈക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വണ്ണമുള്ള ആളാണെന്ന് തോന്നിയാലും മേ ബി ഷീസ് ഹെൽത്തി. ചിലപ്പം ആ ഉള്ളത് നല്ല മസിലായിരിക്കും, ഫാറ്റ് ആയിരിക്കണം എന്നില്ല. അങ്ങനെ ചിലപ്പം എന്തെങ്കിലും തരത്തിൽ ലൈക്ക് നിങ്ങൾ വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാൾ ഹെൽത്തി വെച്ചാൽ അയാൾക്ക് ചിലപ്പോൾ 100 പ്രശ്നങ്ങളുണ്ടാവും. അലർജീസ് ഉണ്ടാവും, ചിലപ്പം വേറെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും, നമുക്കറിയാത്ത പല പ്രശ്നങ്ങളും അവർക്കും ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മൾ ഹെൽത്തി ആണോ എന്ന് ചെക്ക് ചെയ്യണം, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ആൾക്കാർക്ക് അപ്പിയറൻസും ഇതും തമ്മിൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഹെൽത്തും തമ്മിൽ. അപ്പം ഞാൻ ഓർത്തു എനിക്കത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പം ലെറ്റ് മീ ജസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ് സോ ദാറ്റ് ഇഫ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ബുള്ളിങ് ഒരു സൈഡിൽ നടക്കും, ദാറ്റ് വിൽ ഹാപ്പൻ. അത് ഞാൻ യൂഷ്വലി അത്ര മൈൻഡ് ആക്കില്ല. അല്ലാണ്ട് എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് ഇറ്റ് ഹെൽപ്പ് മീ, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട്, മറ്റേത് ഞാൻ ദുപ്പട്ട ഇട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് നമുക്ക് DM ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളിലെങ്കിലും ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയാൽ ഞാൻ വിചാരിക്കുന്നത് അത് ഭയങ്കര കാര്യമാണ്. ആ ഒരു ഇൻഫ്ലുവൻസ് ഇസ് സംതിങ് റിയലി ബിഗ്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് കുറെ കൂടെ ബുള്ളിയും കിട്ടിയത് ഈ ബോഡി പോസിറ്റിവിറ്റി പറയുന്ന ആളായതുകൊണ്ട് തന്നെ ഹണി റോസിന്റെ ഒരു വിഷയം വന്നപ്പോൾ പ്രതികരിച്ചത് അത് വേറൊരു തരത്തിലാണ് തോന്നുന്നു ആളുകളിലേക്ക് എത്തിയതും. അത് ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഈ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്? പൊതുവെ എല്ലാത്തിലും എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കാര്യത്തിലും അഭിപ്രായം ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാനും. അതായത് എനിക്ക് അഭിപ്രായം പറയാനൊക്കെ തോന്നും, ഇത് ഇങ്ങനെയല്ലല്ലോ, ഇത് ഇങ്ങനെ പറയണല്ലോ എന്നൊക്കെ പൊതുവെ പറയാൻ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വിചാരിക്കും എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഒരു അഭിപ്രായം കുറയുകയാണെങ്കിൽ അത്രയും നല്ലതാന്ന് വിചാരിച്ച് പല കാര്യത്തിനും അഭിപ്രായങ്ങൾ എടുത്ത് പറയാതിരിക്കാനാണ് ശ്രദ്ധിക്കാറ്. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നും.
ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പറഞ്ഞ ഹണി റോസിന്റെ കാര്യമാണെങ്കിൽ പോലും എനിക്ക് പറഞ്ഞതുപോലെ അവർ ലൈഫിൽ മേ ബി ഷീസ് സ്ട്രഗിളിങ് ആൻഡ് ഷീസ് ഗോയിങ് ത്രൂ എ ലോട്ട്. എനിക്ക് അതിലൊക്കെ അവരോട് ഭയങ്കര എമ്പതി ഒക്കെ ഉണ്ട്. പക്ഷേ എവ്രി വൺ ആർ സ്ട്രഗ്ലിങ് അല്ലേ? ഞാൻ പറയുന്നത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് എന്നുള്ളത് വരുന്ന കുറേ ആൾക്കാർക്ക് ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ എങ്ങനെ അതിനെ ആ സ്ട്രഗിളിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണു എന്നുള്ളത്. അത് നെഗറ്റീവായിട്ട് ടാക്കിൾ ചെയ്യുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഹണി റോസിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഇടുന്നതിൻ്റെ ഈ ഒരു ഇഷ്യൂ വരുന്നതിൻ്റെ ഒരു 1 year മുമ്പ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിഫറെൻ്റ് ഒരു വിയേർഡ് ട്രെൻഡൊക്കെ വരുന്നത് ഇപ്പോഴാണ്. നമ്മൾ ഇതിനു മുമ്പ് എന്താണ് വളരെ നമ്മളത് ഞാനതിനെ എന്താ പറയാ മോറൽ ആ സൈഡല്ല പറയണേ. അതായത് നമ്മുടെ സംസ്കാരം അങ്ങനത്തെ സാധനമല്ല ഞാൻ പറയുന്നത്. ഇറ്റ് വാസ് സപ്പോസ് ടു ബി സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ആർട്ട് അല്ലേ? അല്ലാതെ നമ്മൾ എത്ര എക്സ്പോസ്ഡ് ആവണോ, എത്ര നമ്മൾ എന്താ പറയാ സെൽഫ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടായിരുന്നില്ല പണ്ട് ഇനോഗ്രേഷൻ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ വിളിച്ചിരുന്നത് വളരെ ബഹുമാനത്തോടു കൂടി ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാൻ 1 വർഷം മുന്നേ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് വരുമ്പോഴും ഞാൻ പറയുന്നത് ആൾക്കാർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണം. ദാറ്റ് സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൽ ഗേസ് എത്രത്തോളം മോശമാണോ, ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷൻ വളരെ മോശമായിട്ട് നോക്കുന്ന എത്ര മോശമാണോ അത്രയും തന്നെ മോശമാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ സെൽഫ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. ഞാനൊരു കഥാപാത്രം ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി എക്സ്പോസ് ചെയ്യുന്നതിനെ പറ്റിയോ ഒരു കോൺസെപ്റ്റിന് വേണ്ടി ദർ ആർ എ ലോട്ട് ഓഫ് വുമൻ ഹൂ ഡു ന്യൂഡ് ഫോട്ടോഷൂട്ട്സ് ഫോർ എ റീസൺ, ഫോർ എസ്തെറ്റിക്കലി ഉള്ള കാര്യത്തിന് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ എത്രയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ അതൊക്കെ ഒരു ഫോർ എ റീസൺ ചെയ്യുന്നതാ. അതിലൊക്കെ ഒരു കോൺസെപ്റ്റ് വൈസ് ചെയ്യുന്നതാ. അല്ലാണ്ട് അവനവനെ സെൽഫ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നതും നമ്മളെ തന്നെ നമ്മളൊരു ഒബ്ജക്റ്റായി കാണിക്കുന്നതും നമ്മളെ തന്നെ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണിക്കുന്നതും നമ്മളെ വിയേർഡാക്കുന്നതും നമ്മളെ ബോഡിയിൽ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നതും ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നോർമലി ഉള്ളത്. അല്ലാണ്ട് അതിനനുസരിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ഓഫ് കോഴ്സ് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ബട്ട് സ്റ്റിൽ വെൻ ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്, ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് എ വുമൻ വി ഡോണ്ട് ഹാവ് ടു സേ ദാറ്റ് ഇറ്റ്സ് റൈറ്റ്. സ്ത്രീ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്, പുരുഷൻ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് ഇപ്പം ഒരുപാട് എന്താണ് കേസസ് വരുന്നതിൽ ഐ എം വെരി ഷുവർ. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ട് കുറേ കേസസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പലതും ഫേക്ക് ആണ് എന്ന് അവർ വർത്താനം പറയുമ്പോഴേ നമുക്കറിയാം. അത് പലതും ഫേക്ക് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ പലതും കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫേക്കാണ് കേസസ്. അതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കില്ല. മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വാണ്ട് നെയിംസ്, ഫേമസ് നെയിംസ് ആണ് അന്ന് വേണ്ടിയിരുന്നത്. അന്ന് ഈ ഒരു കേസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് പേര് പറയാനുള്ള ഇത് കാണിക്കൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടത് പേരായിരുന്നു. എത്ര ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളാണ് പുറത്തുനിന്ന് സംസാരിക്കുന്നത് എന്നുള്ളത് ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ മാധ്യമങ്ങൾക്ക്. ഞാനിപ്പോൾ വിചാരിക്കും ഈ ദൂരദർശനിൽ ഒരു ദിവസം 1/2 മണിക്കൂർ മാത്രം വാർത്തയായാൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിനുള്ളൂ എന്ന്. ന്യൂസ് ചാനൽസ് ആർ ബേസിക്കലി ക്രിയേറ്റിംഗ് ന്യൂസ്. ഉള്ള ന്യൂസ് കൊടുക്കുകയല്ല അവർ ചെയ്യുന്നത്. അവർക്ക് 24 hours വണ്ടി ഓടിക്കണം. 24 hours വണ്ടി ഓടിക്കണേ അവർക്ക് 24 മണിക്കൂർ ന്യൂസ് വേണം. അപ്പോൾ അവർ ദേ വിൽ ക്രിയേറ്റ് ന്യൂസ് ആൻഡ് എവറിത്തിങ് ഇസ് എ ന്യൂസ് നൗ. എവറിത്തിങ് ഇസ് എ ന്യൂസ് അല്ലേ? അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം സ്ത്രീ ആയതുകൊണ്ട് മാത്രം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പാവില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല. സ്ത്രീ ആണെങ്കിലും തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാണ്, അത് ചൂണ്ടിക്കാണിക്കുകയും വേണം. ഇത് ഇൻഫ്ലുവൻസ്ഡും ആണെന്നുള്ളതാ. ഹണി റോസ് കഴിഞ്ഞാൽ ഒരു 5 പേര് ഇപ്പം അജ്നയ്ക്ക് പറയാൻ പറ്റും അതുപോലെ പോയി ഇനോഗ്രേഷൻ നടത്തുന്ന ആൾക്കാർ അല്ലേ? ബിക്കോസ് ഇറ്റ് ബിക്കെയിം എ ട്രെൻഡ്. ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് മെനി പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിങ് ആക്ച്വലി. അവരുടെ ലൈഫിന്റെ മുന്നോട്ടേക്ക് ഇനി എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് എ ഈസി കേക്ക് വർക്ക് ആവാൻ ഒരു സാധ്യതയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ജെന്യൂൻലി വറീഡ് ആണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞതും. അപ്പോൾ ആൾക്കാർ മറ്റേ എൻ്റെ പഴയ ഫോട്ടോഷൂട്ട്, ഐ മീൻ ഈ ബോഡി പോസിറ്റിവിറ്റിയുടെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തെന്ന്, അത് ഞാൻ വിചാരിക്കുന്നത് വിവരമില്ലാത്തൊരു തെറ്റല്ല. എനിക്ക് അവരപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വിവരമില്ലേ, ഓക്കെ വിവരമില്ലാത്ത പോലെ നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ ഓക്കെ ഞാൻ ശരിയാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കളയാം എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ ഒരുപാട് പേരുണ്ട്. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അതൊരു പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ? ഇപ്പം ചേച്ചിക്ക് തെറ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് അത് തെറ്റാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എല്ലാ കാര്യത്തിലും അതുണ്ട്. ഞാൻ പറയണേ
ഒരാൾ എന്ത് വേഷം ധരിക്കണം, ശരീരത്തിൽ എന്ത് മാറ്റം വരുത്തണം, അതൊക്കെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. അതെന്തും ചെയ്യാം. പക്ഷെ ഇതൊക്കെ വരുന്നത് എവിടുന്നാന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറയുന്നത്, ഐ ഹവ് സീൻ ആക്ട്രസസ് സേയിങ് ദാറ്റ് ഐ ഹാവ് ഡൺ എ നോസ് ജോബ്, അല്ലെങ്കിൽ ഐ ഹാവ് ഡൺ ഇൻ എ സർജറി, സോ വാട്ട്. അത് എവിടുന്നാ വരുന്നത്? അതൊരു ഇൻസെക്യൂരിറ്റി എന്നാണ് വരുന്നത്. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് തോന്നുന്നിടത്തുനിന്ന് അത് വരുന്നത്. ഐ ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ദിസ് ടു ഷോ സംതിങ് എന്ന് അങ്ങനെ നമ്മൾ ഇൻസെക്യൂർ ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സമൂഹമാണിത്. നിങ്ങൾ പോരാ, നിങ്ങൾക്ക് ഇത് ശരിയല്ല, നിങ്ങളുടെ മൂക്ക് ശരിയല്ല, നിങ്ങളുടെ കണ്ണ് ശരിയല്ല, നിങ്ങൾ അതുപോലെ ആയി നോക്കുക. ആൻഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ആക്ട്രസിന്റെ അതേ മുഖച്ചായുള്ള 5 പേരുണ്ട് ഇപ്പോൾ. ബിക്കോസ് എവ്രി വൺ ഞാൻ റെഫറൻസ് കൊടുക്കുന്നത് എനിക്ക് ഇന്നയാളെ പോലെ ആവണം എന്നാ. ദെൻ ഫൈനലി ഐ എം ബിക്കമിങ് ലൈക്ക് ദറ്റ് പേഴ്സൺ. അപ്പൊ നമ്മളെ ഐഡന്റിറ്റി എന്തായി? നമുക്ക് ആസ് എ യുണീക്ക് ഒരു പേഴ്സൺ ഒരു യുണീക്ക് ഐഡന്റിറ്റി എനിക്കുണ്ടല്ലോ. ഷിബ്ല എന്ന് പറയുന്ന ആൾക്ക് ഒരു യുണീക്നെസ് ഉണ്ട്. ഞാൻ നാളെ പറയാണ് എനിക്ക് സാമന്തയെ പോലെ ആവണം എന്ന് പറഞ്ഞ് ഞാൻ സാമന്തയെ പോലെ ആയാൽ പിന്നെ 2 സമന്തയില്ലേ? അപ്പൊ ഷിബ്ല ഇല്ലാതെ ആവുകയല്ലേ? ഞാൻ പറയുന്നത് തെറ്റും ശരിയും എന്ന് പറയുന്നതിൽ ഒരു നോർമൽസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ആക്ട്രസിന്റെ ഉദ്ഘാടനം കണ്ടിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ എം വെരി ഷുവർ അബൌട്ട് ദാറ്റ്. ഞാനത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പറയാൻ പേടിയ ആൾക്കാർക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മളപ്പോ സ്ത്രീ വിരുദ്ധരാക്കും, നമ്മളെ എന്താ നമ്മള് പുരോഗമനവാദികളല്ലാതെയാവും പെട്ടെന്ന്. ഇതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യപ്പെടും, നമ്മളെ എന്താ പെട്ടെന്ന് നമ്മൾ പുരോഗമനവാദി അല്ലാതെയാവും. പക്ഷെ എന്ന് പറഞ്ഞ് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നൊരു കാര്യം നമ്മൾ പറയാതിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മള് കഠിന കടവരത്തിലെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിലേട്ടന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പം ബേസിലേട്ടൻ ആക്ച്വലി വളരെ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ എന്താണ് ബേസിലേട്ടനായിട്ടുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ? ഇപ്പോ ബേസിലേട്ടൻ ആക്ച്വലി അമ്മിണിപ്പിള്ളയില് ഉണ്ടായിരുന്നു. അമ്മിണിപ്പിള്ളയിലെ പാട്ടാണ് ശരിക്കും ബേസിലേട്ടൻ. ഞാൻ പറയും ബേസിലേട്ടന് ഭയങ്കര ചേഞ്ച് ഉണ്ടെന്ന. അതാണ്. അപ്പൊ അന്ന് ഇങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒരു ക്യാരവനില്ല, ഞാൻ ബേസിലേട്ടൻ പിന്നെ കുട്ടേട്ടൻ, അങ്ങനെ എല്ലാരും കൂടെ. ആസിക്ക ഇടക്ക് വരും, ആസിക്കക്ക് വേറെ ഉണ്ടായിരുന്നു, പക്ഷെ ആസിക്ക ഇടക്ക് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നും കുട്ടികളുടെ മനസ്സും വലിയ ശരി, പക്ഷെ കുട്ടികൾക്കൊരു ഗുണമുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും വേണേ അവര് വാശി പിടിച്ചത് വാങ്ങുമല്ലോ. അത് എനിക്ക് തോന്നാറുണ്ട്. അതായത് പിന്നെ ഇൻഹിബിഷൻ ഉണ്ടാവില്ല. നമ്മൾ കുട്ടികളോട് ഒന്ന് ഡാൻസ് കളിച്ചേടാ എന്ന് പറഞ്ഞാൽ അവർ ഡാൻസ് കളിക്കൂല. അതേപോലെ ബേസിലേട്ടൻ അന്ന് ഈ ആ ചെക്കൻ അങ്ങനെ പാടാൻ വേണ്ടി വരുമ്പോ എനിക്ക് ഒരു അത്ഭുതമായിരുന്നു. ഒരു ഇൻഹിബിഷനും ഇല്ല. കുറച്ചൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ അത്. അപ്പൊ പറഞ്ഞു കൊടുക്കും ഡാൻസ് മാസ്റ്റർ, ബേസിലേട്ടൻ അതേപോലെ ചെയ്യും. അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പൊ അന്ന് തൊട്ടുള്ളൊരു ബന്ധമാണ്. അത് കഴിഞ്ഞ് ആക്ച്വലി ഞാൻ കഠിന കടവരത്തിൽ എത്തുമ്പോഴേക്കും ബേസിലേട്ടന്റെ ജയ ജയഹയൊക്കെ റിലീസ് ആവാറായി. അതായത് ബേസിലേട്ടൻ ഒരു ഹീറോ ആയി. പക്ഷെ എനിക്ക് ഒരു ചേഞ്ചും ആസ് എ ഹ്യൂമൻ ബീയിങ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതാണ് ബേസിലേട്ടന്റെ വിജയം എന്നും എനിക്ക് തോന്നും. അന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ADHD ഉണ്ട്, എനിക്ക് ഇങ്ങനെ അതിൽ ക്യാരക്ടർ കുറച്ചൊരു ടഫായിരുന്നല്ലോ ഈ കഠിനത്തിലെ. മുന്നേ ചെയ്തിരുന്ന പോലെ അല്ലാണ്ട് കുറച്ചൊരു ഇമോഷണൽ സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ കളിയും ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും മാനസികമായി അതിനും കൂടെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടും. പിന്നെ ബേസ്ലൈനെ സംബന്ധിച്ച് അതെല്ലാം പുതിയതാണ്. എനിക്കൊക്കെ പിന്നെയും കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എൻ്റെ മൂത്താപ്പയൊക്കെ അങ്ങനെ ഗൾഫിൽ പോയി കുറേ കാലം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ബേസ്ലൈറ്റിന് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം അല്ലായിരുന്നു, പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയായിരുന്നു. പക്ഷെ എന്നാലും ഇടക്ക് എന്നോട്, ഞാനിപ്പോ ഈ സുരഭിയേച്ചി മറ്റേ കോഴീനെ കൊല്ലുന്ന കാര്യം കേൾക്കുമ്പോ ഞാൻ ബേസ്ലൈറ്റിനോട് ഇടക്ക് പറയും, നിങ്ങളെ കഥ ഞാൻ പറയും. ബേസ്ലൈറ്റൻ പുറത്തിരുന്ന് അപ്പുറത്തെ വീട്ടിലെ കോഴിക്ക് കല്ലെറിഞ്ഞിട്ട് ആ കോഴി അപ്പൊ തന്നെ ചത്തു എന്നിട്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ പോയി. അപ്പൊ എന്നോട് പറയും എനിക്ക് ഇങ്ങനെ ഒരു കിരികിരിപ്പുണ്ട് എന്ന് പറയും. അങ്ങനെ. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് ഒരു ചേഞ്ചും ഇല്ല. ഒരു എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, അന്ന് ആ ഒരു കഥാപാത്രം ഭയങ്കര ഹെവി ആയതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ബട്ട് സ്റ്റിൽ ആസ് എ പേഴ്സൺ അങ്ങനെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതാണെന്ന് തോന്നുന്നു ഒരു സക്സസിന്റെ രഹസ്യം. ചേച്ചിക്ക് ഇനി മുമ്പോട്ടുള്ള ഒരു ജേർണിയിൽ അത് എങ്ങനെ പ്ലാൻസ് വെച്ച് പോകുന്ന ആളാണോ അതോ വരുന്നത് പോലെ പോകാമെന്ന് വിചാരിക്കുന്ന ആളാണോ? പ്ലാൻസ് വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു പ്ലാൻ ഉണ്ടാവണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കുക പറയും, ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ
എല്ലാവരും എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് വാത്തോരാതെ സംസാരിക്കണം, അതാണ് എൻ്റെ ഡ്രീം എന്ന് പറയും. അങ്ങനെ ഒരു സ്പേസിലേക്ക് എത്തണം എന്നുണ്ട്, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുണ്ട്. ആൻഡ് ഞാൻ ആക്ച്വലി സൈക്കോളജിയാണ് പഠിച്ചത്, അപ്പം അതിൻ്റെ വെൻ്റ് ഔട്ട് സെഷൻസും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങണം എന്നുണ്ട് എനിക്ക്. ആസ് ഇൻ ഇപ്പം മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരൊക്കെ ഉള്ള, ഇത്രയും എന്താ പറയുക ഫാസ്റ്റായിട്ട് പോകുന്ന, ആർക്കും കേൾക്കാൻ സമയമില്ലാത്തൊരു കാലത്ത് അതിനുള്ളൊരു പോസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. എനിക്ക് കോൺവെർസേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവേ ഇൻ്റർവ്യൂസിന് വന്നാൽ നിങ്ങൾക്ക് മതിയാകുമ്പോൾ നിങ്ങൾ നിർത്താൻ പറയണം കേട്ടോ എന്ന് പറയുന്ന ആളാണ്. എനിക്ക് പൊതുവേ സംസാരിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർക്ക് എന്താ പറയുക ഹെൽപ്ഫുൾ ആവുന്ന പോലത്തെ കോൺവെർസേഷൻസ് ചെയ്ത് വെക്കണം എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പ്ലാൻസ് ആണ്. ആസ് എൻ എൻ്റെ അതിൽ ഏറ്റവും വലിയ ആഗ്രഹം ആസ് എൻ ആർട്ടിസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആവണം എന്നുള്ളത് തന്നെയാണ്. ആൾക്കാരെല്ലാവരും അറിയുന്ന, മുഖം അറിയുന്ന, സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന, ഇനി ഇന്നയാളുടെ അടുത്ത സിനിമ എപ്പോഴാണ് എന്ന് വെയിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സമയം വരണം. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു ജേർണിയാണ് ചേച്ചിയുടെ. എന്തായാലും നമ്മൾ കുറെ നേരമായി സംസാരിക്കുന്നു. നല്ല രസമുണ്ട് ശരിക്കും സംസാരിച്ചോണ്ടിരിക്കാനായിട്ട്. എനിക്ക് ഉള്ള കുറെ POVs ചേച്ചിക്ക് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ അതെ 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 ശരിക്കും എനിക്ക് കുറെ ടൈം ഇങ്ങനെ തോന്നി ഇത് ഞാൻ പറയുന്ന പോലെ ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി അങ്ങോട്ട് ഒരുപാട് ജേർണി മുമ്പോട്ട് ചേച്ചി പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി ഇതുപോലെ എനിക്ക് വീണ്ടും ഇന്റർവ്യൂസ് കുറെ ഇനി അടുത്ത വിശേഷങ്ങളാവുമ്പോൾ അടുത്ത ഇന്റർവ്യൂ ആയിട്ട് വരാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.